ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മതാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. എല്ലാവർക്കും സായിറാം. വിവേക ചൂടാമണി നമുക്ക് തുടർന്ന് നോക്കാം. നോക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗം പ്രാരബ്ധ കർമ്മങ്ങൾ ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം അനുഭവിക്കണം എന്നൊരു പക്ഷം, അനുഭവിക്കണോ, എങ്ങനെ അനുഭവിക്കും എന്ന് വേറൊരു പക്ഷം. അതിനെക്കുറിച്ച് ശങ്കരാചാര്യ സ്വാമികളെ വ്യക്തമാക്കി തന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ തന്നെ സംബന്ധിച്ച ഒരു അടുത്ത ശ്ലോകമാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. വ്യാഘ്രബുദ്ധ്യാ വിനിർമുക്തോ ബാണപശ്ചാത്തു ഗോമതോ ന തിഷ്ഠതി ഛിനത്യേവ ലക്ഷ്യം വേഗേന നിർഭരം. വ്യാഘ്രബുദ്ധ്യാ വിനിർമുക്തോ ബാണപശ്ചാത്തു ഗോമതോ ന തിഷ്ഠതി ഛിനത്യേവ ലക്ഷ്യം വേഗേന നിർഭരം. വീണ്ടും ഇതേ പ്രാരബ്ധകർമ്മത്തെക്കുറിച്ച് ജ്ഞാനിയുമായിട്ടുള്ള സംബന്ധത്തെ വീണ്ടും ആചാര്യസ്വാമികൾ ഇവിടെ പറയുകയാണ്. പ്രാരബ്ധകർമ്മം തീർച്ചയായും ഫലം നൽകും എന്നുറപ്പിച്ച് പറയാണ് ഇവിടെ. പ്രാരബ്ധകർമ്മം തീർച്ചയായിട്ടും അത് പ്രവർത്തിക്കും. അറിവ് കൊണ്ട് അത് അലിഞ്ഞു പോകില്ല, നശിക്കില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ജ്ഞാനം കൊണ്ട് അത് അലിഞ്ഞു പോവില്ല, നശിക്കില്ല. നേരത്തെ അതിന്റെ സമീപനത്തിലാണ് വ്യത്യാസം പറഞ്ഞത്. ഇപ്പൊ പറയുന്നു, ഉറപ്പിച്ചു പറയുന്നു, അത് അലിഞ്ഞു പോകില്ല, നശിക്കില്ല. കാരണം എന്താണ്? അമ്പ്, ഒരാള് ഒരു അമ്പ് ചെയ്യാനായിട്ട് ഒരു ലക്ഷ്യം കണ്ട് അമ്പെടുത്ത് വില്ലിൽ വെച്ച് തൊടുത്തു, ഞാണിൽ നിന്ന് അതിനെ റിലീസ് ചെയ്തു, വിട്ടു, അമ്പ് വിട്ടു, അമ്പ് എയ്തു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മാർഗത്തില് കുറച്ചു ദൂരം പോയി കഴിയുമ്പോൾ അതിനെ പിൻവലിക്കുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ലക്ഷ്യം വെച്ച് ചെയ്ത് അത് ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പേ അതിന്റെ ഇടയിൽ ഇപ്പൊ ഒരു പുലിയെ ലക്ഷ്യം വെച്ച് ഒരു അമ്പ് ചെയ്തു, അതങ്ങ് പോകുന്ന വഴിക്ക് പെട്ടെന്ന് കുറുക്കെ ഏതെങ്കിലും വേറൊരു ജീവി ചാടി വന്നാൽ ഈ അമ്പ് ചെയ്ത ആൾക്ക് അതിനെ നിർത്താനൊന്നും പറ്റില്ല. ഇടയിൽ ആരെങ്കിലും വന്നാൽ അയാളുടെ മേത്ത് കൊള്ളും. അപ്പോ എന്തായാലും ഇത് ആ ലക്ഷ്യത്തിലേക്കാണ് വിട്ടിരുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇടയിൽ കൊള്ളുന്നതിന്റെ പ്രശ്നമല്ല, ഇടയിൽ ഇയാൾക്ക് തിരിച്ച് ഇതിനെ ആ ലക്ഷ്യത്തെ മാറ്റാൻ സാധിക്കില്ല. ലക്ഷ്യത്തിൽ പോയേ ആ അമ്പ് അടങ്ങുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഇടയിൽ വന്ന് കൊള്ളുന്നതിന്റെ മാറ്റി പത്രമല്ല നമ്മൾ ഇവിടെ നോക്കുന്നത്. അത് ഒരു ഇടയിൽ സംഭവിക്കുന്ന ഒരു കാര്യത്തിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിന് കാട്ടിലും ഉപരി ലക്ഷ്യത്തിലേക്ക് തന്നെയാണത് ചെല്ലുക, നിർത്താൻ പറ്റില്ല എന്നുള്ളൊരു ഉദാഹരണത്തിനാണ് ഇവിടെ പറയുന്നത്. അതിന്റെ ഇടയിൽ വേറെ ഒന്നും വന്നാൽ അതിന്റെ മുകളിലല്ലേ കൊള്ളുന്ന, ലക്ഷ്യത്തിലല്ലല്ലോ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് വൺസ്, ഒരിക്കൽ അമ്പ് എയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ കയ്യിൽ നിന്ന് പോയി, പിന്നെ അതിന്റെ മുകളിൽ നമുക്ക് യാതൊരു കൺട്രോളും ഇല്ല. അതുപോലെയാണ് പ്രാരബ്ധ കർമ്മം. ഒരിക്കൽ ജനനത്തിന് കാരണമായ പ്രാരബ്ധ കർമ്മം കൊണ്ട് ജനനം ഉണ്ടായാൽ പിന്നെ ആ കർമ്മം മുഴുവൻ അനുഭവിച്ച് തീർന്ന ശേഷമേ അത് തീർന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. ഇടയിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് ഈ ശ്ലോകം കൊണ്ട് ആചാര്യസ്വാമികൾ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോ ലക്ഷ്യത്തിലേക്ക് അമ്പ് പോകുന്ന പോലെ പ്രാരബ്ധം മുന്നോട്ട് പോകും. ജ്ഞാനത്തിന് മുമ്പ് ആരംഭിച്ചതാണ് പ്രാരബ്ധം, അല്ലെ? ജനനം ഉണ്ടായത് തന്നെ പ്രാരബ്ധം കൊണ്ടാണല്ലോ. അപ്പൊ പിന്നെ പ്രാരബ്ധം ഉണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ജനനം കഴിഞ്ഞ് കുറെ നാൾ കഴിയുമ്പോഴാണ് ജ്ഞാനം വരുന്നത്. അപ്പോ ജനനത്തിന് കാരണമായ പ്രാരബ്ധം അത് ഫുള്ളായിട്ട് അതിന്റെ എത്ര കാലമുണ്ടോ അത്രയും കാലം അത് ഉണ്ടായേ തീരൂ എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മളെ കൊണ്ട് ജ്ഞാനം ഉണ്ടായി എന്നതുകൊണ്ട് അതിനെ മാറ്റാൻ പറ്റില്ല, നശിപ്പിക്കാൻ പറ്റില്ല. പിന്നെ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നേരത്തെ പറഞ്ഞു, സമീപനത്തിനുള്ള വ്യത്യാസം. അപ്പോ പ്രാരബ്ധത്തെ സ്വീകരിച്ചേ മതിയാകൂ എന്നാണ്. പ്രാരബ്ധത്തെ സ്വീകരിച്ചേ മതിയാകൂ. വ്യാഘ്രബുദ്ധ്യ എന്ന് പറഞ്ഞാൽ പുലി എന്നുള്ള വിചാരത്തിനാൽ, വിനിർമുക്ത ബാണഹ തൊടുക്കപ്പെട്ട ആ അസ്ത്രം,
പുലി എന്ന വിചാരത്തിനാൽ വ്യാഘ്രബുദ്ധ്യ വിനിർമുക്ത ബാണ, തൊടുക്കപ്പെട്ട അസ്ത്രം പശ്ചാത്തു എന്നാൽ പിന്നീട്, പശ്ചാത്തു എന്ന് പറഞ്ഞാൽ എന്നാൽ പിന്നീട്, ഗോമതൗ, ഗോ പശു, മതൗ എന്നാണ് ബുദ്ധിയാണ് ഇവിടെ പറയുന്നത്. പശു എന്ന ബുദ്ധിയെ, പശു ഇടയിൽ പശു വന്നു എന്ന ബുദ്ധിയാൽ, പശു എന്ന വിചാരം അങ്ങനെ വന്നപ്പോൾ, ഇടയിൽ വേറെ ഒരു തടസ്സം വന്നു എന്ന വിചാരം വന്നപ്പോൾ, ന തിഷ്ഠതി, അങ്ങനെ അവനെ നിർത്തുവാൻ പറ്റില്ല. അസ്ത്രം തൊടുത്തു കഴിഞ്ഞാൽ അതിനെ ഇടയിൽ അസ്ത്രം എയ്തു കഴിഞ്ഞാൽ അതിനെ പിന്നെ ഇടയിൽ നിർത്താൻ പറ്റില്ല. പുതിയൊരു അമ്പ് വേണമെങ്കിൽ തൊടുക്കാതിരിക്കാം. ഏത് ആദ്യത്തെ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ ഇടയിൽ ഇങ്ങനെ സംഭവം ഉണ്ടായി, അപ്പൊ വീണ്ടും ഒരു അമ്പ് എടുത്ത് തൊടുക്കാതിരിക്കാൻ വേണമെങ്കിൽ ഇനി അത് ചെയ്യേണ്ട, പരീക്ഷിക്കേണ്ടെന്ന് വിചാരിക്കാം. പക്ഷേ ആദ്യം തൊടുത്ത അമ്പ് ലക്ഷ്യത്തിൽ അത് എന്തായാലും തൊടുത്തത് തന്നെ. അപ്പൊ പ്രാരബ്ധം അനുഭവിക്കണം. ഇനി എന്താ പറയണേ? ചിനത്തി ഏവ, അത് ലക്ഷ്യത്തെ മുറിക്കുക തന്നെ ചെയ്യും. ലക്ഷ്യത്തിലേക്ക് അയച്ച അമ്പ് ലക്ഷ്യത്തെ മുറിക്കുക തന്നെ ചെയ്യും, ഇടയിൽ പിൻവലിക്കാൻ പറ്റില്ല. വേഗേന, തൊടുത്ത വിട്ട വേഗത്തിൽ തന്നെ ലക്ഷ്യത്തിലേക്ക് പോകും. തീർച്ചയായും, നിർഭരം എന്നുള്ളത് തീർച്ചയായും എന്നാണ്. ലക്ഷ്യം വേഗേന നിർഭരം, തൊടുത്ത വേഗത്തിൽ തന്നെ അത് തീർച്ചയായും ചിനത്തി ഏവ, അതിനെ മുറിക്കുക തന്നെ, ലക്ഷ്യത്തിൽ പോയി തറയ്ക്കുക തന്നെ ചെയ്യും. ഇനി ശങ്കരാചാര്യർ പറയുന്നുണ്ട്, ഉണ്മയിൽ ജ്ഞാനിക്ക് പ്രാരബ്ധ കർമ്മങ്ങൾ ഇല്ല. കാരണം അതിന്റെ സമീപനത്തിലാണ് വ്യത്യാസം. ഇത്രയും നേരം ഉണ്ട് 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 എന്ന് പറഞ്ഞു, ഇനി പറയുന്നു ഇല്ല എന്ന്. അതെങ്ങനെയാണ് എന്നുള്ളത് വിശദീകരിക്കാൻ പോകുന്നുണ്ട്. ചില യുക്തികൾ ഉപയോഗിച്ച് ജ്ഞാനിക്ക് പ്രാരബ്ധ കർമ്മം ഉണ്ട് എന്ന് പറയുന്നത് തെറ്റാണ് എന്ന്, അതും നശിക്കുമെന്ന് വേറൊരു ശ്ലോകം കൊണ്ട് ഇനി പറയാൻ പോവുക. 2 വെർഷനാണ് വരുന്നത്. ഒന്ന് ഉണ്ട് ഉണ്ട് എന്ന് പറഞ്ഞു, ഇനി അങ്ങനെ ഉണ്ടെന്ന് പറയുന്നത് തെറ്റാണ്, അതും നശിക്കും എന്ന് പറയുന്നു. ഇവിടെ ആചാര്യസ്വാമി പ്രാരബ്ധം, അതായത് ജ്ഞാനിയുടെ പ്രാരബ്ധം 2 രീതിയിൽ അതിനെ കാണാൻ പറ്റും എന്ന് പറയുന്നു. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇവിടെ ഈ അവസാന ഭാഗത്ത് 96, 97, 98 ശ്ലോകങ്ങളിലൊക്കെ ആചാര്യസ്വാമി പറയുന്നത് 2 രീതിയിൽ ഇതിനെ നമുക്ക് കാണാം. ഒന്ന്, ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സ്വയം പ്രാരബ്ധകർമ്മം എന്നൊന്നില്ല. ജ്ഞാനിയായ ശേഷം അവിടെ ഒന്നും അവശേഷിക്കുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന് സ്വയം നോക്കുമ്പോ പ്രാരബ്ധകർമ്മം എന്നൊന്നില്ല. ഇനി ജ്ഞാനിയെ കാണുമ്പോൾ, അജ്ഞാനിയുടെ നോട്ടത്തില് ജ്ഞാനിയെ ദർശിക്കുമ്പോൾ, ആ ജ്ഞാനി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു, അസുഖം വരുന്നു, പലതും കാണുന്നു, പല രീതിയിൽ ജ്ഞാനിയെ കാണുന്നു. അപ്പൊ ഇയാൾ എന്ത് വിചാരിക്കുന്നു? ജ്ഞാനി പ്രാരബ്ധം അനുഭവിക്കുകയാണ് എന്ന് പറയുന്നു. ഇതാണ് 2 വെർഷൻ. ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം സ്വയം പ്രാരബ്ധമൊന്നുമില്ല. ജ്ഞാനം വന്നാൽ പിന്നെ എന്ത് പ്രാരബ്ധം? എപ്പോഴാണ് ശരീരം പതിക്കുന്നത് അതുവരെ ഇങ്ങനെ മുന്നോട്ട് പോകും, അത്രേ ഉള്ളൂ. അദ്ദേഹം അതിനകത്ത് പ്രാരബ്ധ കർമ്മമാണോ മറ്റേ കർമ്മമാണോ മറിച്ച് കർമ്മമാണോ ഒന്നും ചിന്തിക്കുന്നില്ല. ആ ചിന്തയൊന്നും ഇല്ല. ജ്ഞാനം വന്നതൊക്കെ പോയല്ലോ. പക്ഷെ ഒരു അജ്ഞാനി നോക്കുമ്പോ ആ ശരീരത്തിന് പല പ്രശ്നങ്ങൾ വരുന്നു, അതൊക്കെ. അപ്പോ അജ്ഞാനി എങ്ങനെയാണ് കാണണേ ആ പ്രാരബ്ധ കർമ്മത്തെ എന്നുള്ളതാണ് ഒരു വർഷം പറഞ്ഞത്. ഇനി നമുക്ക് അതിന്റെ കൂടുതലായിട്ട് വരുന്ന അടുത്ത ശ്ലോകം നോക്കാം. അടുത്ത ശ്ലോകം എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ഉപാധിതാദാത്മ്യവിഹീന കേവല ബ്രഹ്മാത്മനൈവാത്മനി തിഷ്ഠതോ മുനേഹേ പ്രാരബ്ധ സദ്ഭാവകദാനയുക്ത സ്വപ്നാർത്ഥ സംബന്ധകഥേവ ജാഗ്രതഃ. ഉപാധിതാദാത്മ്യവിഹീന കേവല ബ്രഹ്മാത്മനൈവാത്മനി തിഷ്ഠതോ മുനേഹേ പ്രാരബ്ധ സദ്ഭാവകദാനയുക്ത സ്വപ്നാർത്ഥ സംബന്ധകഥേവ ജാഗ്രതഃ. എന്താ അവിടെ പറയുന്നത്? ഇതൊരു വലിയ ശ്ലോകമാണ്. എന്താ നോക്കാം.
ജ്ഞാനിക്ക് പ്രാരബ്ധമുണ്ട് എന്ന് പറയുന്നത് സ്വപ്നത്തിലെ വസ്തുക്കളോട് ജാഗ്രത്തില് സംബന്ധമുണ്ട് എന്ന് പറയുന്നത് പോലെയാണ് എന്ന് പറയും. ജ്ഞാനിക്ക് പ്രാരബ്ധം എന്ന് പറയുന്നത് സ്വപ്നത്തിലെ വസ്തുക്കളോട്, നമ്മൾ സ്വപ്നത്തില് ഒരുപാട് വസ്തുക്കളും പല കാര്യങ്ങളും കാണും, പല പല അനുഭവങ്ങളും സ്വപ്നത്തിൽ ഉണ്ടാവും. പക്ഷെ ഉണർന്നു കഴിഞ്ഞാൽ അതിനോടൊക്കെ സംബന്ധമുണ്ടോ? നമുക്ക് ഇല്ല. അപ്പൊ ജ്ഞാനിക്ക് പ്രാരബ്ധമുണ്ട് എന്ന് പറഞ്ഞാൽ സ്വപ്നത്തിലെ വസ്തുക്കളോട് സ്വപ്നം കണ്ട് അതിനുശേഷം ജാഗ്രത അവസ്ഥയിൽ വരുമ്പോൾ ആ സ്വപ്നത്തിലെ വസ്തുക്കളോട് സംബന്ധമുണ്ട് എന്ന് പറയുന്നത് പോലെയാണ് എന്നാണ് ഒരു രൂപമായി ഇവിടെ പറയുന്നത്. സ്വപ്നത്തിൽ 1 കോടി രൂപ സമ്പാദിച്ചു, ഉണർന്നപ്പോൾ താങ്കള് കോടീശ്വരനാണ് എന്ന് പറഞ്ഞാൽ പറ്റുമോ? സമ്മതിക്കുവോ? അല്ലെങ്കിൽ സ്വയം അങ്ങനെ വിചാരിക്കുവോ? 1 കോടി കിട്ടിയല്ലോ, ഞാൻ കോടീശ്വരനാണ് എന്ന് വിചാരിക്കുവോ? ഇല്ല. അതുപോലെയാണ് ജ്ഞാനിയോട് പ്രാരബ്ധമുണ്ട് എന്ന് പറഞ്ഞാൽ ജ്ഞാനിയുടെ പ്രാരബ്ധം സ്വപ്നസമം. സ്വപ്നത്തില് നല്ല പണക്കാരനായി എല്ലാ സുഖങ്ങളോടും കൂടി അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു. ഉണർന്നു കഴിയുമ്പോ പരമസുഖാണല്ലേ എന്ന് ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും? അതുപോലെയാണ് ജ്ഞാനിയോട് പ്രാരബ്ധത്തിനെ കുറിച്ച് ചോദിച്ചാൽ ജ്ഞാനിക്ക് പ്രാരബ്ധം സ്വപ്നസമം. അതൊന്നുമില്ല, അങ്ങനത്തെ സംഭവമേ ഇല്ല. അപ്പൊ അതിന്റെ എന്താണ് പറയണേന്ന് നോക്കാം. ഉപാധി, ഇവിടെ ഉപാധി എന്ന ഈ ശ്ലോകത്തിൽ ഉദ്ദേശിക്കുന്നത് സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം. നമ്മൾ ഇപ്പോൾ ഈ ആത്മാ ഈ ഉപാധിയിൽ ഇരിക്കുന്നു, ഈ ശരീരത്തിൽ ഇരിക്കുന്നു. ഈ ശരീരം എന്ന് പറഞ്ഞാൽ സ്ഥൂലമായത് മാത്രമല്ല, മനസ്സ് മുതലായ സൂക്ഷ്മം, ചിത്തം, അഹങ്കാരം മുതലായ പിന്നെ വാസന എന്നുള്ള കാരണ ശരീരവും, ഈ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരത്തെയാണ് ഇവിടെ ഉപാധി എന്ന് പറയുന്നത്. താതാത്മ്യം, ഇവിടെ ശരീരത്തെ അവനവനായി കാണലാണ് താതാത്മ്യം എന്ന് പറയുന്നത്. ഉപാധി താതാത്മ്യ വിഹീന കേവല. ഉപാധി താതാത്മ്യ വിഹീന കേവല, അതാണല്ലോ ആദ്യത്തെ വരി. അപ്പൊ അതില് താതാത്മ്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ശരീരത്തെ, അതാണ് ഞാൻ എന്ന് കാണൽ, ആത്മാ എന്നുള്ള തിരിച്ചറിയൽ അല്ലാതെ ശരീരത്തെ ഞാൻ എന്ന് കാണൽ, ശരീരത്തെ ഞാനായി കാണൽ, അതാണ് ഇവിടുത്തെ താതാത്മ്യം. വിഹീന എന്ന് പറഞ്ഞാലോ ശരീരത്തെ താനായി കാണാതിരിക്കൽ, അതാണ് വിഹീന. അപ്പോ ഉപാധി താതാത്മ്യ വിഹീന, ശരീരത്തെ താനായി കാണാതെ ഇരിക്കൽ. കേവലം, അതുമാത്രം. കേവലം എന്ന് പറഞ്ഞാൽ അതുമാത്രം. ബ്രഹ്മ ആത്മന, പിന്നെ എങ്ങനെ ഇരിക്കണം? ബ്രഹ്മസ്വരൂപമായി ഇരിക്കൽ. ശരീരത്തെ ഞാനായി കാണാതെ അവനവനെ ബ്രഹ്മസ്വരൂപമായി മാത്രം കണ്ടുകൊണ്ട് ഇരിക്കൽ. ഉപാധി താതാത്മ്യ വിഹീന കേവല ബ്രഹ്മാത്മനൈവ ആത്മനി തിഷ്ഠതോ മുനേഹ. മനസ്സിൽ ആത്മനി, ബ്രഹ്മാത്മനൈവ, ബ്രഹ്മാത്മ ഏവ ആത്മനി, ബ്രഹ്മാത്മനൈവ ആത്മനി തിഷ്ഠതോ മുനേഹ. മനസ്സിൽ, ആത്മനി എന്ന് പറഞ്ഞാൽ മനസ്സില്, ബ്രഹ്മ ആത്മന ഏവ ആത്മനി തിഷ്ഠതഃ മുനേഹേ, ഉറച്ചു വിശ്വസിക്കുന്ന മുനിക്ക്. ശരീരത്തെ ഞാനായി കാണാതെ അവനവനെ ബ്രഹ്മസ്വരൂപമായി മാത്രം കണ്ടുകൊണ്ട് ഇരിക്കുന്ന, ഉറച്ചു വിശ്വസിച്ചിരിക്കുന്ന മുനിക്ക്, മനസ്സിൽ ഉറച്ചു വിശ്വസിച്ചിരിക്കുന്ന മുനിക്ക് പ്രാരബ്ധ സദ്ഭാവ കഥാനയുക്ത, പ്രാരബ്ധം സദ്ഭാവ ഇപ്പോൾ ഉള്ളത്, കഥ ആ കഥ നയുക്ത യോജിക്കില്ല, പ്രാരബ്ധമുണ്ട് എന്നുള്ള കഥ യോജിക്കില്ല. ആർക്ക്? ശരീരത്തെ ഞാനായി കാണാതെ അവനവനെ ബ്രഹ്മസ്വരൂപമായി മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് ഉറച്ച് വിശ്വസിച്ചിരിക്കുന്ന മുനിക്ക് പ്രാരബ്ധം ഇപ്പോൾ ഉള്ളൊരു കഥ എന്ന രീതിയിൽ യോജിക്കില്ല. ബ്രഹ്മഭാവത്തിൽ ഇരിക്കുന്ന ജ്ഞാനിക്ക് പ്രാരബ്ധം ഇപ്പോൾ ഉണ്ട് എന്നുള്ള കഥ യോജിക്കില്ല. കഥ എന്ന് പറയുന്നത് വിചാരം, അങ്ങനെ വിചാരിക്കുന്നത് യോജിക്കില്ല. സ്വപ്നാർത്ഥ സംബന്ധ കഥേവ ജാഗ്രത,
സ്വപ്നാർത്ഥ സംബന്ധ, സ്വപ്നത്തിലെ വസ്തുവിനോടുള്ള സംബന്ധം, സ്വപ്നാർത്ഥ സംബന്ധ, സ്വപ്നത്തിലെ വസ്തുവിനോടുള്ള സംബന്ധം, കഥാ ഇവ, കഥ പോലെ, ജാഗ്രത, ഉണർന്നിരിക്കുന്നവന് സ്വപ്നത്തെ വസ്തുവിനോടുള്ള കഥ പോലെയാണ് ബ്രഹ്മഭാവത്തിലിരിക്കുന്ന ജ്ഞാനിക്ക് പ്രാരബ്ധം എന്നുള്ള കഥ. ഉണർന്നിരിക്കുന്നവന് സ്വപ്നത്തിലെ വസ്തുക്കളോട് സംബന്ധമുണ്ട് എന്ന് പറയുന്ന കഥ പോലെയാണ് ജ്ഞാനിക്ക് പ്രാരബ്ധമുണ്ട് എന്ന് പറയുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇത് തന്നെ പറഞ്ഞ കാര്യം തന്നെ ഒന്നുകൂടെ സ്പഷ്ടമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ് ആചാര്യസ്വാമികള്. ഉണർന്നിരിക്കുന്നവന് സ്വപ്നത്തിലെ വസ്തുക്കളോട് സംബന്ധമുണ്ട് എന്ന് പറയുന്ന കഥ പോലെയാണ് ജ്ഞാനിക്ക് പ്രാരബ്ധമുണ്ട് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വ്യക്തമായല്ലോ, പ്രാരബ്ധമുണ്ട് ഉണ്ട് എന്ന് പറയുമ്പോൾ എന്താണെന്ന് നമുക്ക് വ്യക്തമായി. അടുത്ത 2 ശ്ലോകത്തില് ഈ വിഷയത്തെ യുക്തിപൂർവമായിട്ട് പറയുന്നുണ്ട്. ഈ പ്രാരബ്ധം ആർക്ക് എന്ന് ചോദിക്കുന്നു. പ്രാരബ്ധം ആർക്ക് എന്നൊരു ചോദ്യം. ആചാര്യസ്വാമികള് ഇവിടെ ഉള്ളത് 2 തത്വമാണെന്ന് പറയുന്നു. ഇവിടെ ആകെ ഉള്ളത് 2 തത്വം, ആത്മ അനാത്മ, അല്ലെ? ഇത് 2 നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 തത്വമേ ഉള്ളൂ ഇവിടെ. ഒന്ന് ആത്മ, 2 അനാത്മ, 2 ഉള്ളൂ. അതിൽ തന്നെ അനാത്മ ഇല്ലാണ്ടാവും, എല്ലാം ആത്മ എന്നുള്ള കണത്തിൽ വരും. പഠിക്കാൻ ബേസിക്സ് പഠിക്കുമ്പോൾ ആത്മ അനാത്മ എന്ന രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത്. ഇതില് ആത്മാവിനാണോ പ്രാരബ്ധ കർമ്മം അതോ അനാത്മാവിനാണോ പ്രാരബ്ധ കർമ്മം എന്നൊരു ചോദ്യം, പുതിയൊരു വേറൊരു ഡൈവർഷനിൽ പോവുക. ആത്മാവിനാണോ പ്രാരബ്ധ കർമ്മം അതോ അനാത്മാവിനാണോ പ്രാരബ്ധ കർമ്മം? ആത്മാവിന് പ്രാരബ്ധ കർമ്മം ഇല്ല, അറിയാലോ. ആത്മാവിന് അങ്ങനെയൊന്നുമില്ല. സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ. അപ്പൊ അവിടെ ഒന്നും ബാധിക്കില്ല. ആത്മാവിന് പ്രാരബ്ധ കർമ്മം ബാധിക്കുമോ? ബാധിക്കില്ല. സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ, അവിടെ ഒന്നും വരത്തില്ല. ആത്മാ നിത്യശുദ്ധം, പൂർണം, സമ്പൂർണം. ഉപനിഷത്ത് എന്താ പറയുന്നേ? ആത്മാ പിറക്കുന്നുമില്ല, ജനിക്കുന്നുമില്ല, അജഹ. ജനിക്കാത്തതിന് എങ്ങനെ പ്രാരബ്ധം വരും? ഉപനിഷത്ത് പറയുന്നു ആത്മാ അജഹ ആണ്, അതായത് ജനിക്കാത്തതാണ്. അത് എന്നും ഉള്ളതാണ്. ഈ ജനനം മരണമൊന്നുമില്ല ആത്മാവിന്. ശരീരത്തിനാണ് ജനനം മരണമൊക്കെ വരുന്നത്, ആത്മാവിനൊന്നുമില്ല. ആത്മാ എന്നും ഉള്ളവനാണ്, എപ്പോഴും ഉള്ളവനാണ്, നിത്യനാണ്. അങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചിരിക്കുന്നത്. നമ്മുടെയും ശരീരമാണ് വന്നും പോകുന്നത്, നമ്മൾ എന്നും ഉണ്ട്. ചിരഞ്ജീവി തന്നെയാണ് നമ്മളൊക്കെ. പക്ഷെ നമ്മൾ അറിയുന്നില്ല നമ്മൾ ശരീരമാണ് എന്നിപ്പോ വിചാരിച്ചിരിക്കുന്നല്ലോ. അതല്ലേ ഉപാധി താതാത്മ്യം. നമ്മളൊക്കെ ഉപാധി താതാത്മ്യത്തിലിരിക്കുന്നത്. മറ്റേയാൾ ഉപാധി താതാത്മ്യ വിഹീനം. നമ്മൾ ഉപാധി താതാത്മ്യത്തിലാണ് ഇരിക്കുന്നത്. ശരീരമാണ് ഞാനെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ ആത്മാവിന് പ്രാരബ്ധമില്ല. ശരിക്കും പറഞ്ഞ ആത്മാ പിറക്കുന്നുമില്ല, മരിക്കുന്നുമില്ല. അപ്പോ അജഹ ആണ്, ജനിക്കാത്തതാണ്. അതിനെങ്ങനെ പ്രാരബ്ധ കർമ്മം വരും? പ്രാരബ്ധ കർമ്മം കൊണ്ട് ജനനമാണല്ലോ ഉണ്ടാകുന്നത്. ആത്മാ ജനിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല. പിന്നെ എങ്ങനെ ആത്മാവിന് പ്രാരബ്ധം ഉണ്ടാകും? കർമ്മത്തിനാൽ ജനിക്കുന്നതാണല്ലോ പ്രാരബ്ധം, അല്ലെ? കർമ്മം കൊണ്ടാണ് പ്രാരബ്ധമുണ്ട് എന്ന് പറയുന്നത്. ആത്മാവിന് ജനന മരണമില്ല. അപ്പൊ ജീവനാണ് ഇത് സംഭവിക്കുന്നത്. ജീവനിലെ അനാത്മഭാഗത്തിന്, ആത്മഭാഗത്തിനല്ല. ശരീരത്തിന് പ്രാരബ്ധമുണ്ടോ? അത് ജഡമല്ലേ എന്നടുത്ത ചോദ്യം. ശരീരത്തിന് എങ്ങനെയാ പ്രാരബ്ധം ഉണ്ടെന്ന് പറയാ? അത് ജഡമല്ലേ? കല്ലിനും മണ്ണിനും ഒക്കെ പ്രാരബ്ധമുണ്ടോ? നല്ല ചോദ്യങ്ങളാ വരുന്നത്. കല്ലിനും മണ്ണിനുമൊക്കെ പ്രാരബ്ധമുണ്ടോ? പിന്നെ പറയുന്നു ശരിക്കും ശരീരവും ഇല്ല, അത് നമ്മുടെ സങ്കല്പം മാത്രമാണ്. ഈ ശരീരം വലിയൊരു സ്വപ്നമാണെന്ന് പറയുന്നു. പിന്നെ ശരിക്കും ശരീരവും ഇല്ല, നമ്മുടെ സങ്കല്പമാണ് ഈ ശരീരം എന്ന് പറയുന്നു. ആത്മാവിനും പ്രാരബ്ധമില്ല, ജഡമായ ശരീരത്തിനും പ്രാരബ്ധമില്ല. അപ്പൊ പിന്നെ എങ്ങനെയാ? ജ്ഞാനി ശരീരമല്ല താൻ എന്ന് അറിയുന്നു. ജ്ഞാനി എങ്ങനെ അറിയുന്നേ? ഞാൻ ഈ ശരീരമല്ല, ആത്മാ ആണ് എന്ന്. സ്വയം ആത്മാ എന്നറിയുമ്പോ പ്രാരബ്ധം ഉണ്ടോ പിന്നെ ജ്ഞാനിക്ക്? സ്വയം ആത്മാ എന്നറിയുന്ന ഒരാൾക്ക് പ്രാരബ്ധമില്ല. സ്വയം ജ്ഞാനി എന്നറിയുന്ന ഒരാൾക്ക്
പ്രാരബ്ധം ഇല്ല. ഇത് ജഡമല്ല. കല്ലിനും മണ്ണിനും പ്രാരബ്ധമുണ്ടോ? ശരീരത്തിന് പ്രാരബ്ധമുണ്ടോ? ശരിക്കും ശരീരവുമില്ല. അതും നമ്മുടെ സങ്കല്പം മാത്രമാണെന്നാണ് പറയുന്നത്. അത് അത്രയും ഗഹനമായിട്ടുള്ളൊരു രീതിയിലാണ് സംസാരിക്കുന്നത്. ആത്മാവിന് പ്രാരബ്ധമില്ല, ജഡമായ ശരീരത്തിനും പ്രാരബ്ധമില്ല, ജഡമായ ശരീരത്തിന്. അവിടെയാണ് അതിന്റെ പ്രത്യേകത. ആ ജഡത്തില് അതിന്റെ ചേതന കൊടുക്കുന്നത് ആരാണ്? ശരിക്കും പറഞ്ഞാൽ ആത്മാവാണ് അവിടെ ചേതനാശക്തി കൊടുക്കുന്നത്. അപ്പൊ ശരിക്കും ആ ശരീരത്തിനും പ്രാരബ്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനുമില്ല. അപ്പൊ ഞാൻ ഈ ശരീരമല്ല താൻ എന്നറിയുന്നു. അദ്ദേഹത്തിന് അറിയുന്നുണ്ട്. നമുക്കൊക്കെ പ്രാരബ്ധം ഉണ്ടെന്ന കാരണം നമ്മൾ ശരീരമാണെന്ന് വിചാരിച്ചിരിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ഞാൻ ശരീരമല്ല എന്നൊരാൾ മനസ്സിലാക്കിയാൽ അയാൾക്ക് പ്രാരബ്ധമില്ല. സ്വയം ആത്മാ എന്ന് അദ്ദേഹം അറിയുന്നു. അപ്പോൾ പ്രാരബ്ധം ഇല്ല തന്നെ. അവിടെ ഇല്ല എന്നങ്ങ് കൺഫേം ചെയ്യാം. അത്രയും പറഞ്ഞിട്ട് അടുത്ത ശ്ലോകത്തിലേക്ക് അദ്ദേഹം പോവുകയാണ്. അജോ നിത്യ ഇതി ബ്രൂതേ കൃതിരേഷാത്മ ആത്മമോഘവാക് ഹൃതിരേഷാത്മമോഘവാക് തദാത്മനാ തിഷ്ഠതോസ്യ കുത പ്രാരബ്ധ കൽപ്പന. അങ്ങനെ ഒരു ശ്ലോകം വരുന്നു. അജോ നിത്യ ശാശ്വത ഇതി ബ്രൂതേ ശ്രുതിരമോഘവാക് തദാത്മനാ തിഷ്ഠതോസ്യ കുത പ്രാരബ്ധ കൽപ്പന. ആ ശ്ലോകം കൂടെ നമുക്ക് നോക്കാം. ചെറിയൊരു ശ്ലോകം. അജോ നിത്യ ശാശ്വത ഇതി ബ്രൂതേ ശ്രുതിരമോഘവാക് തദാത്മനാ തിഷ്ഠതോസ്യ കുത പ്രാരബ്ധ കൽപ്പന. അജഹ നിത്യഃ ഇതി ബ്രൂതേ ശ്രുതി. അജോ നിത്യ ഇതി ബ്രൂതേ ശ്രുതിരേഷ എന്നല്ലേ പറഞ്ഞേ. അജഹ നിത്യഃ ഇതി ബ്രൂതേ ശ്രുതി. വേദത്തില് ആത്മാവിന് ജനന മരണമില്ലാത്തത്, നിത്യമായത് എന്ന് പറഞ്ഞിട്ടുള്ളതിനാൽ ആരാണത് പറയുന്നത്? വേദാന്തം. വേദാന്തം എന്താ പറയുന്നത്? ആത്മാ ജനനമില്ലാത്തത്, നിത്യമായത് എന്ന് വേദാന്തം പറഞ്ഞിട്ടുള്ളതിനാൽ, ശ്രുതി വേദാന്തം പറഞ്ഞിട്ടുള്ളതിനാൽ ഏഷ ഈ ഉപനിഷത്ത് അഥവാ ശ്രുതി അമോഘ വാക്ക്, അതായത് ഉപനിഷത്ത് വാക്കുകളെല്ലാം സത്യമാണ്. ഉപനിഷത്ത് വാക്ക് സത്യം. അതുകൊണ്ടാണല്ലോ നമ്മൾ അതിനെ സ്വീകരിക്കുന്നത്. വേദത്തിൽ ആത്മാ ജനനമില്ലാത്തത്, നിത്യമായത് എന്ന് പറഞ്ഞിട്ടുള്ളതിനാൽ ഈ ഉപനിഷത്ത് വാക്ക് അമോഘ വാക്ക്, സത്യമായത്, അത് ഉണ്മയായ വാക്കാണ്. ഇവിടെ ഉപനിഷത്ത് വാക്യത്തിൽ പറയുന്ന ആത്മാവിനും ജ്ഞാനിക്കും എന്ത് സംബന്ധം? അതാണ് ഇവിടെ നോക്കട്ടെ. ഉപനിഷത്തിൽ പറയുന്നത് ആത്മാ നിത്യമാണെന്ന് പറയുന്നുണ്ട്. ശരി, ആ വാക്ക് സത്യമാണ്. ഓക്കെ. പക്ഷെ ഇവിടെ ജ്ഞാനിക്കും ഇതിനും ഈ വാക്യത്തിനും തമ്മിൽ എന്താണ് സംബന്ധം എന്നൊരു ചോദ്യം. അപ്പൊ പറയുന്നു തദാത്മനാ തിഷ്ഠതഃ, ആത്മാവായി തന്നെ ഇരിക്കുന്നു. ആര്? ഈ ജ്ഞാനി. തദാത്മനാ തിഷ്ഠതഃ. ഇങ്ങനെ ഉപനിഷത്തൊക്കെ പറയുന്ന അജഹ നിത്യഹ എന്നൊക്കെ പറയുന്ന ആ ആത്മാവ് അത് സത്യമാണ്. ഉപനിഷത്ത് വാക്യങ്ങള്, ആ വാക്യങ്ങൾ സത്യമായതിനാൽ അങ്ങനെ ഇരിക്കുന്ന തദാത്മനാ തിഷ്ഠതഃ, ആത്മാവായി തന്നെ ഇരിക്കുന്ന അസ്യ ഇവന്റെ, അതായത് ജ്ഞാനിയുടെ, കുതഹ ജ്ഞാനിക്ക്, കുതഹ പ്രാരബ്ധ കൽപ്പന, എവിടുന്ന് പ്രാരബ്ധ കൽപ്പന വരും? ചെറിയൊരു ശ്ലോകമാണ്. അജോ നിത്യ ഇതി ബ്രൂതേ ശ്രുതിരേഷാത്വമഘോ അമോഘവാക് തദാത്മനാ തിഷ്ഠതോസ്യ കുത പ്രാരബ്ധ കൽപ്പന. അപ്പോ ഉപനിഷത്ത് വാക്യങ്ങളിലൊക്കെ പറയുന്ന ആത്മാ നിത്യനും സത്യവും ആയതിനാൽ ഇവിടെ ഈ ജ്ഞാനി ആ ആത്മാവായി തന്നെ ഇരിക്കുന്നതിനാൽ തത് ആത്മനാ തിഷ്ഠതഃ, അങ്ങനെ ഇരിക്കുന്ന അദ്ദേഹത്തിന് എങ്ങനെ പ്രാരബ്ധം വരും? കുതഹ പ്രാരബ്ധ കൽപ്പന. അങ്ങനെ പ്രാരബ്ധ കൽപ്പന എങ്ങനെ ആ ജ്ഞാനിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും? പ്രാരബ്ധമുണ്ട് എന്ന് എങ്ങനെ പറയും? ഇപ്പോൾ ആത്മാവിന് പ്രാരബ്ധമില്ല എന്ന് ഞങ്ങൾക്കറിയാം.
അനാത്മാവായ ശരീരത്തിനാണ് പ്രാരബ്ധം എന്ന് താങ്കൾ എന്ന് ഞങ്ങൾ പറഞ്ഞാലോ? അപ്പൊ നമ്മൾ പറയാണ് അനാത്മാവായ ശരീരത്തിനാണ് പ്രാരബ്ധം എന്ന് നമ്മൾ പറയും. ഇപ്പൊ നമ്മൾ പറയുന്നത് എന്താ? ജ്ഞാനിക്ക് പ്രാരബ്ധമില്ല, ഞങ്ങൾക്ക് മനസ്സിലായി. ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ മനസ്സിലായി. അപ്പോ ഞങ്ങളിപ്പോ പറയുകയാണ് ശരീരത്തിനാണ് പ്രാരബ്ധം. അതിനെന്താ മറുപടി? അതിനുള്ള മറുപടി അടുത്ത ശ്ലോകത്തില് 99-ാമത്തെ ശ്ലോകത്തില് ആചാര്യസ്വാമികൾ വളരെ വിശദമായിട്ട് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ഇത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഇന്ന് 3 ശ്ലോകങ്ങളാണ് നോക്കിയത്. 3-ാമത്തെ ശ്ലോകം ഞാൻ PDF ഇട്ടോളാം. 2 ഞാൻ ഇട്ടുള്ളൂ ഇന്ന്. അപ്പോ വളരെ ശരിക്കും വളരെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണ്. കുറെ പ്രാവശ്യം അതിൽ കൂടെ പോയി മനസ്സിരുത്തി മുന്നോട്ട് പോയാലേ മനസ്സിലാവുള്ളൂ. കാര്യം നിസ്സാരാണ്. പ്രാരബ്ധ കർമ്മം ജ്ഞാനിക്ക് എങ്ങനെ എന്നുള്ളതാണ്. അപ്പൊ അതിനെ ശരിക്കും പറഞ്ഞാൽ നിസ്സാരമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനം വന്ന ശേഷം ഇതൊന്നും ബാധകമല്ല. ഒന്നിനെ കുറിച്ചും അദ്ദേഹം ചിന്തിക്കുന്നില്ല. അദ്ദേഹം ആ ജ്ഞാന അവസ്ഥയിലാണ്, ആനന്ദ അവസ്ഥയിലാണ്. അതാണല്ലോ സത്യം, ജ്ഞാനം, അനന്തം, ബ്രഹ്മ എന്ന് പറയുന്ന ആ ഏറ്റവും എന്താണോ നേടേണ്ടത് ഒരു മനുഷ്യൻ ആ അവസ്ഥയിലെ പൂർണ്ണ സംതൃപ്തനായി പൂർണ്ണമായ ആനന്ദത്തിൽ ഇരിക്കുന്നു. അപ്പൊ പിന്നെ അവിടെ യാതൊന്നും ബാധകമല്ല. പക്ഷെ ഒരു അജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ജ്ഞാനിയുടെ പല ചേഷ്ടകളിലും അദ്ദേഹം പ്രാരബ്ധം അനുഭവിക്കുന്നതായിട്ടും അദ്ദേഹത്തിന്റെ ശരീരത്തെയാണല്ലോ നമ്മൾ കാണുന്നത്. നമ്മൾ ആത്മചൈതന്യത്തെ അല്ല കാണുന്നത്. അങ്ങനെ നമുക്ക് കാണാനും പറ്റില്ല. നമ്മൾ കാണുമ്പോൾ ജ്ഞാനിയുടെ ശാരീരികമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന്റെ ശരീരത്തെ കാണും. രമണ മഹർഷിയുടെ ശരീരമൊക്കെ പൊട്ടി ചോര വന്നതും എലി കടിച്ചിരിക്കുന്നതും ഒക്കെ നമ്മൾ ഇങ്ങനെ വായിച്ചിട്ടുണ്ട് പലതും. അതേപോലെ ശ്രീരാമകൃഷ്ണ പരമഹംസർക്ക് ക്യാൻസർ വന്നത്, പല ആചാര്യന്മാർക്കും വലിയ വലിയ ആചാര്യന്മാർക്കൊക്കെ പല അസുഖങ്ങൾ വരുന്നതും അവരുടെ ശരീരം പിന്നീട് അത് നശിച്ചു പോകുന്നൊക്കെ നമുക്ക് കാണാം. അപ്പൊ അവിടെയൊക്കെ നമ്മൾ അജ്ഞാനിയായി അയ്യോ എന്തൊരു പ്രാരബ്ധമാണ് അദ്ദേഹത്തിന് എന്ന് നമ്മൾ പറയും. പക്ഷെ അവരെ സംബന്ധിച്ചോളം അവരതറിയുന്നില്ല. അവരെങ്ങനെ അതിനെ പ്രാരബ്ധമായിട്ട് എടുക്കുന്നില്ല, ഒന്നുമില്ല. അവർ ആ ഒരവസ്ഥയിലല്ല. ശരീരം നമുക്ക് അവരെ എപ്പോഴേ ശരീരത്തിൽ നിന്ന് എന്താ പറയാ, നമ്മൾ ആദ്യം പഠിച്ചല്ലോ, ഓരോരോ കോശങ്ങൾ കടന്ന്, അങ്ങനെ എല്ലാ കോശവും കടന്നവരാണ് അവര്. അവർക്ക് പിന്നെ എന്ത് ശരീരം? അവർക്ക് ശരീരം എന്നൊരു സംഭവമേ ഇല്ല. അവരത് അറിയുന്ന പോലുമില്ല. ധാരാളം അങ്ങനെ നല്ല വലിയ വലിയ ആചാര്യന്മാരുടെ കഥകളൊക്കെ വായിച്ചാൽ അറിയാം, അവർ ശരീരബോധം ഇല്ലാതെയാണ് അവര് സഞ്ചരിച്ചിരുന്നത്. അവർ അവസാന സമയം ഈ ശരീരം പതിക്കുന്നവരെ അവരങ്ങനെ തന്നെയായിരുന്നു. ശരീരം പതിച്ച ശേഷം നമുക്കറിയാം പിന്നെ അവർക്ക് ജന്മമില്ല, ജീവൻ മുക്തരാണ്, വിദേഹമുക്തിയുള്ളവരാണ്. ജീവൻ മുക്തരായിരുന്ന് പിന്നീട് വിദേഹമുക്തി ലഭിച്ചവരാണ് അവരെല്ലാവരും. അപ്പൊ അവർക്ക് പിന്നീട് അവരുടെ ഈ പ്രാവശ്യത്തെ മരണം പരാന്തകാലേ, പരാന്തം നേരത്തെ ഇല്ലേ, ഒരേ ഒരു അവസാനം ഈ ശരീരം പതിക്കുന്നതാണ് അവരുടെ അവസാനത്തെ മരണം. കാരണം പിന്നെ ജനനമില്ലല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ ശരിക്കും അതിനെ ഒരുപാട് ചിന്തിക്കണം. ഒരുപാട് ചിന്തിച്ചാലേ ആചാര്യസ്വാമികൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. ശരിക്കും ഇത്രയേ ഉള്ളൂ. അജ്ഞാനിയെ സംബന്ധിച്ചുള്ള ജ്ഞാനിയെ കാണുന്നത് ശരീരത്തെയാണ്. അതുകൊണ്ട് അജ്ഞാനിക്ക് അദ്ദേഹം പ്രാരബ്ധം അനുഭവിക്കുന്ന പലതും, സ്വയം ഒരു ജ്ഞാനിക്ക് അദ്ദേഹം ജ്ഞാനത്തിലായതിനാൽ, അദ്ദേഹം ആനന്ദത്തിനായതിനാൽ, പൂർണ്ണ സംതൃപ്തനായിരിക്കുന്നതിനാൽ അദ്ദേഹത്തിന് ഇതൊന്നും ബാധകമല്ല. ഇതില് ഇനി ശരീരത്തിന്റെ കാര്യത്തെക്കുറിച്ച് അടുത്ത ശ്ലോകത്തിൽ പറയുന്നതാണ് പറഞ്ഞത്. നമുക്ക് അപ്പൊ നോക്കാം. എല്ലാവർക്കും സായിറാം. വീണ്ടും അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. എല്ലാം നല്ല രീതിയിൽ ഉള്ളില് പതിയാനായിട്ട് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ, ബാബ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. സായിറാം. സായിറാം സാർ. സായിറാം. സായിറാം. സായിറാം സാർ. സായിറാം സാർ. സായിറാം. സായിറാം സാർ. സായിറാം സാർ. സായിറാം. സായിറാം. സായിറാം സാർ. സായിറാം സാർ.